നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഡോക്ടർ ലക്ഷ്മിയോട് എനിക്ക് ഒന്ന് രണ്ട് ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ഡോക്ടർ ലക്ഷ്മി മൾട്ടിപ്പിൾ മെഡിക്കൽ ഫീൽഡിലെ ഒരു പ്രൊഫഷണലാണ്. അപ്പോൾ അതിൽ അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി ഇതിലെല്ലാത്തിലും നല്ലൊരു അറിവുള്ള ഡോക്ടർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു സംശയം ഞാൻ ഡോക്ടറോട് ചോദിക്കുകയാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം ഇന്ത്യക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. എന്നിരുന്നാലും അതിൽ റിസർച്ചിൻ്റെ വളരെ പരിമിതമായിട്ടാണ് നടക്കുന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ എഴുതി വെച്ചു, കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കാതെ പോയതും കൊണ്ട് അതിൽ റിസർച്ച് വളരെ പരിമിതം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? സാറിൻ്റെ ഈ ഒരു ക്വസ്റ്റിനെ എനിക്ക് 3 തരത്തിൽ അപ്രോച്ച് ചെയ്യാനാണ് തോന്നുന്നത്. ഒന്ന്, ഋഷീശ്വരന്മാരുടെ ഉള്ളിലുണ്ടായിട്ടുള്ളൊരു സയൻസിനെ അവർ എഴുതി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ എഴുതി വെച്ച കാലഘട്ടം ഒരുപാട് മുന്നേ ഉള്ള നമ്മുടെ മദർ എർത്തൊക്കെ വളരെ പ്യൂരിറ്റിയിൽ നിൽക്കുന്ന, യാതൊരു വിഷാംശങ്ങളൊന്നും അന്തരീക്ഷത്തിലില്ലാത്ത, പോപ്പുലേഷൻ ഏറ്റവും കുറവുള്ള അങ്ങനത്തെ ഒരു സമയത്താണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. അതും എഴുതി വെച്ചിട്ടുള്ള അവരുടെ മെത്തഡോളജി കുറച്ച് ഡിഫറെൻ്റാണ്. പഞ്ചഭൂതങ്ങളെയും ത്രിദോഷങ്ങളെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആയുർവേദത്തിൻ്റെ മെഡിസിൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഉള്ളതും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ശാസ്ത്രത്തിന് നമ്മൾ ഇന്ന് ആധുനിക രീതിയിൽ ഇത്രയും പൊള്യൂട്ടഡ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് കുറേ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം. അന്നത്തെ ചെടി തന്നെയാണോ ഇന്ന് ഉപയോഗിക്കുന്നത്? ആ ചെടി വന്യമായിട്ട് വളരുന്നൊരു ചെടി നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പൊള്യൂട്ടഡ് എൻവയൺമെൻറ്റിൽ വളരുന്നൊരു ചെടിയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് തമ്മിൽ തന്നെ ഒരു റിസർച്ച് ശരിക്കും ആവശ്യമാണ്. പിന്നെ ഒരു മെറ്റബോളിക് അല്ലെങ്കിൽ ഒരു ജെനറ്റിക് അല്ലെങ്കിൽ ഒരു എപ്പിജെനറ്റിക് ബേസിൽ ഈ പഞ്ചഭൂതം, പിന്നെ ത്രിദോഷം അതിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ കുറച്ചും കൂടെ ഈ ഒരു കമ്പാരിസണും എങ്ങനെ അത് ആക്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാവാൻ ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. അതിനെ കൂടെ നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ഈ മരുന്നുകളുടെ ഇഫക്റ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നാനോ ലെവലിലും ഫെൻഡോ ലെവലിലൊക്കെ ഉള്ള ഒരു റിസർച്ച് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ച് മരുന്ന് ഉപയോഗിച്ചിട്ട് തന്നെ കൂടുതൽ മരുന്നുകൾ ഉണ്ടാക്കാൻ, അപ്പോൾ റിസോഴ്സ് നമ്മളധികം ഇല്ലാതെ നമുക്ക് ചെയ്യാം. മറ്റേത് നമ്മുടെ ഹെൽത്തിന് വേണ്ടി പ്ലാന്റ്സിനെ ഒരുപാട് നശിപ്പിക്കുക, നമ്മുടെ ഹാബിറ്റാറ്റിനെ തകർത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഹെൽത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ റിസർച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഇഫക്റ്റിവിറ്റി കൂട്ടി ചെറിയ റിസോഴ്സിൽ നിന്ന് ഉപയോഗിക്കാം. പിന്നെ ഇന്ന് നടന്നു വരുന്ന റിസർച്ചിൻ്റെ ഇപ്പോൾ സാറ് ചോദിച്ച മെയിൻ ക്വസ്റ്റ്യനിലേക്ക് എത്താണ്. ആയുർവേദത്തിൽ ഇൻഡിവിജ്വലൈസേഷന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആയുർവേദത്തിലും ഹോമിയോയിലൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട്. മോഡേൺ മെഡിസിനിൽ കുറച്ചും കൂടെ ഡിസീസ് ബേസ്ഡ് ആയിട്ടാണ് കൂടുതലും വരുന്നത്. അപ്പോൾ റിസർച്ച്, ഒരു ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു അസുഖത്തിന് ഇന്ന മരുന്ന്, കുറച്ചൊരു എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടാണ് എക്സ്ക്ലൂഡ് ചെയ്തെങ്കിലും എന്നാലും അതിൽ ജനറലൈസേഷൻ കൂടുതലും. ഈ അസുഖത്തിന് ഇന്ന മരുന്ന് കൊടുക്കുമ്പോൾ എത്ര സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതിൻ്റെ ആക്ഷൻ എത്രയാണ്, അതിനെത്ര സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ ഒരു റിസർച്ച് പോകുന്നത്. ആ റിസർച്ചിനെ അനുകരിച്ചിട്ടാണ് ഇപ്പോൾ ആയുർവേദത്തിലെ കുറേ റിസർച്ച്, ഇപ്പോൾ നമ്മുടെ PG സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും PhD ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചൊക്കെ നടക്കുന്നത് ആ രീതിയിലേക്ക് ഫോർമുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദത്തിൽ ഇപ്പോൾ നമ്മളൊരു അസുഖത്തിനൊരു മരുന്ന് ഉള്ളത്, ആ മരുന്ന് കൊടുത്ത് ആ മരുന്നിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയുണ്ട് എന്നൊന്നും ഇതുവരെ ഞാനൊരു ആയുർവേദ ഡോക്ടറും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ അലോപ്പതിയിലെ BBSും MDയും കഴിഞ്ഞ ഡോക്ടർ, അതിനുശേഷം ആയുർവേദത്തിൽ ഡിഗ്രി എടുത്ത ഡോക്ടർ, അതുപോലെ മൾട്ടിപ്പിൾ ഡിഗ്രികൾ പലതും
ഉള്ള ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത് തമ്മിലൊരു കമ്പാരിസൺ കുറച്ചുകൂടെ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഇത് തമ്മിലുള്ള കമ്പാരിസൺ വെച്ചുകൊണ്ട് എനിക്ക് തരാൻ പറ്റും. അതാണ് ഞാൻ ചോദിച്ചത്. അതെ, അതാണ് ഈ കമ്പാരിസണിലേക്കാണ് വരുന്നത്. ഈ ജനറലൈസേഷൻ വെച്ചിട്ടാണ് സാധാരണ നമ്മുടെ മോഡേൺ മെഡിസിനിലെ റിസർച്ചുകൾ പോകുന്നത്. ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് ഉപയോഗിച്ചു, എത്ര ഇഫക്റ്റീവ്നെസ് ഉണ്ട്, അതിന് എത്ര സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതിനെന്തൊക്കെ സൈഡ് എഫക്റ്റ് വന്നു, സൈഡ് എഫക്റ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഏതൊക്കെ അവസരത്തിലാണ്, ആ സൈഡ് എഫക്റ്റ് പിന്നേക്ക് എത്രമാത്രം എഫക്റ്റ് ചെയ്യും, ഒരു ഇമ്മീഡിയറ്റ് സൈഡ് എഫക്റ്റേ ഉള്ളോ അതോ ഓർഗൻസിനെയൊക്കെ ബാധിക്കുന്ന പോലത്തെ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ആയുർവേദത്തിൽ ഉള്ള ഒരു മെഡിസിൻ്റെ എഫക്റ്റ് ഈ രീതിയിൽ റിസർച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് റിസർച്ച് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആയുർവേദത്തിൽ ഒരു അസുഖത്തിന് ഒരു മരുന്ന് എന്നുള്ളതിനേക്കാളും ഇൻഡിവിജ്വലൈസേഷന് കുറച്ചും കൂടെ പ്രാധാന്യമുള്ളതുകൊണ്ട് ഈ റിസർച്ച് നടക്കുന്നത് പോലെ ആ റിസർച്ചിനെ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്ന റിസർച്ചാണ് ഇപ്പോൾ PG സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും PhD കാര്യത്തിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സാറ് പറഞ്ഞ പോലെ ഈ സൈഡ് ഇഫക്റ്റിൻ്റെ ബേസിലേക്ക് വരുമ്പോൾ ഡീപ്പായിട്ടുള്ള ഒരു സെല്ലുലാർ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഇൻവിട്രോ ഇൻവൈവോ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു റിസർച്ചിൻ്റെ ഒരു അഭാവം ഉണ്ട്. പക്ഷെ ഇപ്പോൾ കുറേശ്ശൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ഇൻഡിവിജ്വലൈസേഷൻ ആവശ്യമുള്ള ഒരു വിഭാഗത്തിന്, ഒരു ശാസ്ത്രത്തിന് ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു വിഭാഗം നടത്തുന്ന റിസർച്ചിൻ്റെ ചട്ടക്കൂടിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം അസുഖത്തിനല്ല മരുന്ന്, മറ്റേതിൽ അസുഖത്തിനാണ് മരുന്ന്. അസുഖത്തിന് ഈ മരുന്ന് വെച്ച് റിസർച്ച് ചെയ്യാം. അലോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഒരു അസുഖത്തിനാണ് ഒരു മരുന്ന്. അപ്പൊ അതിന്റെ ചട്ടക്കൂട് ആയുർവേദത്തിനാവുമ്പോൾ ഇൻഡിവിജ്വലൈസേഷന് കുറച്ച് പ്രാധാന്യം കൂടുതലുണ്ട്. ഇപ്പൊ ഒരു പനി വന്നു, ആ പനി വന്ന വ്യക്തിയുടെ ബലത്തിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ശരീരത്തിൻ്റെ ഇപ്പോൾ വാതപിത്ത കഫങ്ങളെ ബേസ് ചെയ്തിട്ടും പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തിട്ടും ശരീരത്തിൻ്റെ ധാതുസാരത്തിനെ ബേസ് ചെയ്തിട്ടും ആളെ അസസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഈ അസുഖത്തിൻ്റെ അലോപ്പതിയിലും ഇപ്പം എങ്ങനെയാണല്ലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു 200 മില്ലിഗ്രാം പാരസെറ്റമോൾ കഴിച്ചാൽ എനിക്ക് പനി വിടില്ല. എനിക്കൊരു മിനിമം 600 കഴിച്ചാലേ വരുള്ളൂ. അതുണ്ട് സാറേ. പക്ഷെ അത് ആരും കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യം വളരെ, ഇപ്പം എനിക്ക് ഒരു 200 മില്ലിഗ്രാം പാരസെറ്റമോൾ കഴിച്ചാൽ എനിക്ക് എത്ര വലിയ പനിയാണെങ്കിലും മാറും. പക്ഷേ വേറൊരാൾക്ക് 650 കഴിച്ചാൽ, എൻ്റെ അത്ര വെയിറ്റ് ഇല്ലാത്ത ഒരാൾക്കും 650 കഴിച്ചാലും മാറുന്നില്ല. അതുപോലെ ചിലതരം പനികളിലും ഡോസ് വ്യത്യാസം വരുത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതിപ്പോൾ സാറ് പറഞ്ഞത് എനിക്കത് ഫീൽ ചെയ്യുന്നത് ഞാൻ ആ രീതിയിൽ ചിന്തിച്ചതുകൊണ്ടാണ്. പക്ഷെ അതർവൈസ് പനി വരുമ്പോൾ ഇത്ര ഡോസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കിലോഗ്രാം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്കാണ് ജനറലി പോകുന്നത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ റിസർച്ച് നടത്തേണ്ട രീതി വിട്ട് ഇതിൻ്റെ ചട്ടക്കൂടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ജനറൽ മെഡിസിൻ, നമ്മുടെ മോഡേൺ മെഡിസിനിൽ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബേസ്, അതാണ് സാധാരണ ജേർണൽസൊക്കെ അംഗീകരിക്കുന്നത്. അപ്പോൾ പബ്ലിക്കേഷൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടും ജേർണലിലെ ഇതിന് ആ ഒരു റിസെപ്റ്റിവിറ്റി അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി ആയുർവേദത്തിൻ്റെ റിസർച്ച് ഈ ചട്ടക്കൂടിലേക്ക് മാറ്റുക ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ആയുർവേദത്തിൻ്റെ റിസർച്ച് നടത്തേണ്ട ഒരു മെത്തേഡിലേക്ക് മാറ്റി റിസർച്ച് ചെയ്യുകയും ഈ പറഞ്ഞ പോലെ സൈഡ് ഇഫക്റ്റ്, ഈ മരുന്ന് തന്നെ ഓരോ ബാച്ച് എടുക്കുമ്പോഴുള്ള വ്യത്യാസം, ഈ മരുന്ന് എവിടുന്ന് കളക്ട് ചെയ്തു, ഒരു കാടിൻ്റെ ഉള്ളിൽ നിന്നാണോ കളക്ട് ചെയ്തത് അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്നാണോ കളക്ട് ചെയ്തതെന്ന് അറിയാനൊരു മെത്തേഡ് അത്രയും ഒരു ഇത് വെച്ചിട്ട് റിസർച്ച് ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു സാധനം വളരെ ക്ലീൻ എൻവയോൺമെന്റിൽ നിന്ന് എടുത്താൽ അതിൽ ഉണ്ടാവുന്നതും ഇഫക്റ്റീവ്നെസ്സും സൈഡ് എഫക്റ്റും, മറ്റേ റോഡ് സൈഡിൽ ഉണ്ടാവുന്നതിൽ ലെഡും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഹെവി മെറ്റൽ പോയ്സണിങ്ങും കൂടെ ഉണ്ടാവാം റോഡ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇത് വെച്ചിട്ട്. അപ്പോൾ ഒരു കമ്പനി തന്നെ ഒരു മരുന്ന് ഉണ്ടാക്കുക വിചാരിക്കും, ഇപ്പോൾ ദശമൂല അരിഷ്ടം അത് ഉണ്ടാക്കുക വരും, അത് എവിടുന്ന് കളക്ട് ചെയ്തു എന്നുള്ളത് അവർ ഒരു ഇൻഡസ്ട്രിയൽ അവർ കൊണ്ടുവരുന്നത് എടുത്ത് വെക്കുന്നു എന്നേ ഉള്ളൂ. അത് എവിടുന്ന് കളക്ട് ചെയ്തു എന്നുള്ളതൊരു മാറ്ററായിട്ട് കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റും ഇഫക്റ്റീവ്നെസ്സും ഒക്കെ മാറും.
അപ്പോൾ അതും കൂടെ ബേസ് ചെയ്തിട്ട് സൈഡ് ഇഫക്റ്റിനെ പറ്റിയിട്ടുള്ള റിസർച്ച്, ഇൻഡിവിജ്വലൈസേഷൻ. ഇപ്പോൾ ഒരു പനിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജ്വരം എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന എത്രയോ മെഡിസിൻസ് ഉണ്ട്. അത് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഇൻഡിവിജ്വലിനെയും അസുഖത്തിൻ്റെ അവസ്ഥേനെയും അസുഖത്തിൻ്റെ ഈ ത്രിദോഷങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ തരംതിരിക്കുമ്പോൾ റിസർച്ചിനെ ശരിക്കും അതിൻ്റെ പീസായിട്ട് നമ്മൾ അതിൻ്റെ ഓരോ പാരാമീറ്ററും അത്രയും സൂക്ഷ്മമായിട്ട് ഇതിട്ടുള്ളൊരു റിസർച്ചിലേക്ക് വരണം. മറ്റേത് ആണെങ്കിൽ എളുപ്പമാണ് ഫോർമുലേറ്റ് ചെയ്യാൻ. അതാണ് ജേർണൽസിൽ അംഗീകരിച്ചിട്ടുള്ളത്. ഇത് അത്രയും ഇഴകീറിയിട്ടുള്ളൊരു റിസർച്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും അതിനെ ജേർണൽസ് അംഗീകരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നവും ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് പ്രൊഫൈൽ പഠിക്കാനുള്ള ഒരു ടെക്നിക്കൽ ബുദ്ധിമുട്ടും എല്ലാം കൂടെ മുൻനിർത്തി നിർത്തുമ്പോൾ അതിൻ്റെ റിസർച്ചിൻ്റെ ഇപ്പം സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ പ്രസക്തമാണ്. പക്ഷെ ഈ രീതിയിലേക്ക് ചെയ്യാൻ പറ്റിയാൽ വേറെ കാര്യമാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു കഷായം, ഇപ്പോൾ ഒരു കമ്പനിക്കാരൻ്റെ കഷായം കൊടുക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റീവ്നെസ് സെയിം കഷായം വേറൊരു കമ്പനിക്കാരൻ്റെ കൊടുക്കുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇല്ല, ഒരു കമ്പനിയുടെ അത് ശരിയാണ്. പക്ഷെ ഒരു കമ്പനിയുടെ തന്നെ ഡിഫറെൻറ്റ് ബാച്ചിലുള്ള മരുന്നുകൾ, കാരണം ഇത് കളക്ട് ചെയ്യുന്ന ആൾ എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രാവശ്യം അവർ കളക്ട് ചെയ്തത് ഒരു കാടിൻ്റെ നടുവിന്നായിരിക്കും, വേറൊരു പ്രാവശ്യം കളക്ട് ചെയ്തത് ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നായിരിക്കും. സാധനം എവിടെ നിന്ന് കിട്ടുന്നു എന്നനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ കമ്പനികളിലുള്ളൊരു വേരിയേഷൻ കൂടാതെ ഓരോ ബാച്ചിന് പോലും വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ റിസർച്ച് എന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂജ് റിസർച്ചായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. കാരണം ഇപ്പോൾ അല്ലാത്ത അലോപ്പതി മെഡിസിൻസിന് ഒരു റിലയബിലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതിനൊരു റിലയബിലിറ്റി ഉണ്ട്. പാരസെറ്റമോൾ 500 mg എന്ന് പറഞ്ഞാൽ ആ പാരസെറ്റമോൾ 500 mg, ഇറ്റ്സ് എ കെമിക്കൽ വാട്ട് എവർ. അതേസമയം ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഒരുപാട് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റും അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റും നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റണില്ല. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് ആയുർവേദത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലേ ഡോക്ടറെ? അത് ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അത് ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ആ ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു മെത്തേഡ് ഒന്ന്, നമ്മൾ നമ്മുടെ മദർ എർത്തിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക, ഏറ്റവും പ്യൂരിറ്റി ഉള്ള സാധനങ്ങൾ അവൈലബിൾ ആക്കുക. പിന്നെ അതിൻ്റെ നമുക്ക് കോമ്പണൻറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ ടോക്സിസിറ്റി, അക്വേർഡ് ടോക്സിസിറ്റിയുടെ സാധനം അവിടെ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കോമ്പണൻറ്റ് മാത്രം വെച്ചിട്ട് റിസർച്ച് ചെയ്താൽ മതി. അതുതന്നെ നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിന്, ഇപ്പോൾ ഒരു നല്ല മരുന്നാണ് വിചാരിക്കും, നല്ല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തതാണ്, അത് തന്നെ ഓരോ ഇൻഡിവിജ്വലിനും വ്യത്യാസമായിരിക്കും ആക്ഷൻ. ഇപ്പോൾ സാറ് നേരത്തെ പാരസെറ്റമോളിൻ്റെ കാര്യം പറഞ്ഞ പോലെ പാരസെറ്റമോളിൻ്റെ ഒരു ലിവറിൻ്റെ മേലെ വരുന്ന ഒരു സൈഡ് എഫക്റ്റ് ഗിൽബർട്ട് സിൻഡ്രോം ഉള്ള ഒരാൾക്കും അല്ലാത്ത ഒരാൾക്കും വ്യത്യാസമുണ്ട്. ജനറ്റിക്കലി തന്നെ ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷൻ കപ്പാസിറ്റി വ്യത്യാസമുള്ള ആൾക്കാരെ സംബന്ധിച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ ആൽക്കഹോള്, കൃത്യം പേഴ്സൻറ്റേജ് ഉള്ള ഒരേ സാധനം 2 പേര് കുടിച്ചാൽ 2 പേർക്കും 2 തരത്തിലാണ്. അത് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസും ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഗാമ ഗ്ലൂട്ടമേൽ ട്രാൻസ്ഫറേസിൻ്റെ ഒരു അളവ് ചിലവർക്ക് അല്ലാതെ തന്നെ കൂടുതലായിട്ട് നിൽക്കുന്ന കാണുന്നുണ്ട്. അവർക്ക് സെയിം സാധനം. അതിനൊക്കെ ഒരു സ്റ്റഡി ഉണ്ട്? ഇല്ല, വേണ്ടത്ര സ്റ്റഡി ഇല്ല അതിനും. അതുകൊണ്ടാണ് പാരസെറ്റമോളും കാര്യങ്ങളൊക്കെ കിലോഗ്രാം, ഇത്ര മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് വെച്ചിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ഇതാ ഇപ്പോൾ ലക്ഷ്മി വന്നപ്പോൾ 200 മില്ലിഗ്രാം മതി, അല്ല ഇപ്പോൾ സാറ് വന്നപ്പോൾ 600 അല്ലെങ്കിൽ 650 വേണമെന്ന് കാഷ്വാലിറ്റിയിലുള്ളൊരു ഡോക്ടർ മനസ്സിലാക്കിയിട്ടല്ല കൊടുക്കുന്നത്. അപ്പോൾ ഡോസേജിൽ ഓരോ ഇൻഡിവിജ്വലിനുള്ള വ്യത്യാസം പോലെ പല പനികളും ഇതിന് റെസ്പോണ്ട് ചെയ്യുന്ന പനികളുണ്ട്, റെസ്പോണ്ട് ചെയ്യാത്ത പനികളുണ്ട്. അത് സാധാരണ രീതിയിൽ കൺസിഡർ ചെയ്യാറില്ല എന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ എക്സ്പീരിയൻസിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പം അതുപോലെ ഹെർബൽ സാധനങ്ങളും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇഫക്റ്റീവ്നെസ് കൂട്ടാനുള്ള മെത്തേഡ്സ് പലതും ഉണ്ട്. അത് കൂടാതെ നമുക്കിപ്പോൾ ഒരു
ചെടിയിലുള്ള ഇൻഗ്രീഡിയൻസ്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിനെ മുഴുവനും HPLC അതുപോലത്തെ മെത്തേഡ്സ് വെച്ചിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് അതിൽ ഏത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് അത് നമുക്കൊരു മരുന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് വേറൊരു സാധ്യതയാണ്. എക്സാമ്പിൾ ഇപ്പോൾ ആടലോടകത്തിലുള്ള ബ്രോമെക്സിൻ എന്ന് പറഞ്ഞൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ആണ് ഈ മ്യൂക്കോളൈറ്റിക് ആക്ഷൻ ഉള്ളത് എന്ന് കണ്ടിട്ട് അതിനെ വേർതിരിച്ച് വേറൊരു ഡ്രഗാക്കി മാറ്റി അത് അലോപ്പതിക് ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഇഫക്റ്റീവ്നെസ് അലോപ്പതിയിലും യൂസ് ചെയ്യുന്നുണ്ട്. അത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് മാത്രം എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം വാശ എന്ന് പറയുന്ന ഈ അടതോട വെസിക്ക എന്ന് പറയുന്ന ആടലോടകം മുഴുവനും എടുത്തിട്ടാണ് നമ്മൾ സാധാരണ വാശ നമുക്ക് പുടഭാഗം ചെയ്തെടുത്തിട്ട് അത് മരുന്നുണ്ടാക്കാം. രണ്ടിനും ഓരോ തരത്തിലുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഒന്ന് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു നമുക്ക് പഠിക്കാനും നമുക്കതിനെ ഡിഫൈൻ ചെയ്യാനും എളുപ്പമെന്നുള്ളൊരു അഡ്വാൻറ്റേജ്. മറ്റേതിൽ എല്ലാം കൂടെ ചേരുമ്പോഴുള്ളൊരു ആക്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ നാനോ ടെക്നോളജി ചെയ്യുന്ന സമയത്ത് ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നാനോ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വൂണ്ട് ഹീലിംഗ് മെറ്റീരിയൽ. മാസ്റ്റേഴ്സ് ഇൻ MTech നാനോ ടെക്നോളജിയാണ് ഡോക്ടർ എടുത്തിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇപ്പോൾ ആയുർവേദത്തിനെ എങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും അതിലേക്ക്? അത് ഡോക്ടർ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ. ആയുർവേദം എന്ന് പറയുന്ന ഒരു സയൻസ് ഓൾറെഡി ഋഷിമാരാൽ എഴുതിപ്പെട്ടതാണെങ്കിലും അവർ തന്നെ പറയുന്നുണ്ട് അത് ഫൈനലൊന്നും അല്ല. അത് കുറച്ച് ഡീക്കേയിങ് ആണോ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ? അത് ഡീക്കേയിങ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സാറ് പറഞ്ഞ ഡീക്കേയിങ് എന്ന് പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞ പോലെ അവരെഴുതി വെച്ച ചെടികൾ തന്നെയാണോ നമ്മൾ ഇന്ന് ആ ചെടി എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്? അന്ന് എഴുതുന്ന കാലത്ത് ഉണ്ടായിരുന്ന അത്രയും ഒരു ബയോഡൈവേഴ്സിറ്റി ഇന്നുണ്ടോ? അത്രയും പ്യുവറാണോ? അത് ചെടികൾ അത്രയും പ്യുവറാണോ എന്നുള്ളതൊന്ന്, നമ്മുടെ ബോഡി അതിനെ റിസീവ് ചെയ്യാൻ പാകത്തിന് പ്യുവറാണോ എന്നുള്ളത് രണ്ട്. ഇതെല്ലാം അനുസരിച്ചിട്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഒരു മാറ്റം വന്നാൽ ആ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അതിനെ പഠിക്കുന്ന രീതിയും അതിനെ ഉപയോഗിക്കുന്ന രീതിയും മാത്രമല്ല മാറ്റേണ്ടത്. കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ മദർ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫക്റ്റീവ്നെസ്, ചെടിക്കും ഇഫക്റ്റീവ്നെസ് ഉണ്ടാവും, നമ്മുടെ റിസെപ്റ്റിവിറ്റിയും കൂടും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു സെൽഫിഷ്, എനിക്ക് അസുഖം മാറ്റാൻ കുറേ ചെടികൾ വേണം എന്നുള്ളത് മാത്രമല്ലാതെ ഈ ചെടികളെയും ബയോഡൈവേഴ്സിറ്റിനെയും നമ്മുടെ അമ്മയായിട്ടുള്ള മദർ എർത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ടെന്ന് കാണുമ്പോൾ ഈ എല്ലാ ശാസ്ത്രശാഖകളിലും ഉള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ റിസർച്ച് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ പ്യുവറായിട്ടുള്ള സാധനത്തിൻ്റെ റിസർച്ച് ചെയ്യാൻ തന്നെ ഹ്യൂജായിട്ടുള്ള ഡിവിഷൻസും അതിൻ്റെ ഒരു ഫെസിലിറ്റിയൊക്കെ അത്രയും വേണം. അപ്പോൾ അതിൻ്റെ റിസർച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇന്ത്യ പോലത്തെ ഒരു ഇത്രയും ബയോഡൈവേഴ്സിറ്റിയാൽ അനുഗ്രഹീതമായൊരു കൺട്രിയിൽ ഓരോ ആയുർവേദ യോഗവും എടുക്കുമ്പോൾ ഒരു 80 മെഡിസിനുള്ള ഒരു 80 ഹെർബൽ പ്രിപ്പറേഷനുള്ളൊരു യോഗത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ അതിനെ ആ യോഗം ഉണ്ടാവുന്ന സമയത്തുള്ള HPLC, ഒരു സിംഗിൾ മരുന്നിൽ തന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളപ്പോൾ ഒരു 40 മരുന്ന് ഒരുമിച്ച് ചേർന്ന് മരുന്നാക്കിയതിന് ശേഷം അതിലുള്ള HPLCയിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് കണ്ടുപിടിക്കുക പറയുമ്പോൾ ഉള്ളൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി, അതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഉണ്ടോ? ഇങ്ങനെ അത് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നടക്കുന്നുണ്ടോ? എന്താണ് അതിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നടക്കുന്നുണ്ട്. എക്സാമ്പിൾ ചെറിയ യോഗങ്ങൾ, ഇപ്പോൾ മാഷം ചേർന്നിട്ടുള്ള ഒരു മഹാമാഷാദി തൈലം, അതിൽ മെയിനായിട്ട് ആ തൈലത്തിൻ്റെ ഇൻഗ്രീഡിയൻറ്റും മാഷം ഏറ്റവും പ്യുവറായിട്ട് ഉഴുന്നെടുത്തിട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് ചെറിയ കോമ്പിനേഷൻസിന് വെച്ചിട്ടാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഒരുപാട് പേര് ചെറിയ കോമ്പിനേഷനിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു കഷായത്തിൻ്റെ പേര് പറഞ്ഞാൽ വലിയ കോമ്പിനേഷനുള്ള ഏതെങ്കിലും ഒരു കഷായം, വലിയൊരു മീഡിയം ഒരു കഷായമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന രീതിയിലുള്ളത് പുനർനവാദി കഷായമൊക്കെ കുറച്ച് വലിയ കോമ്പിനേഷനാണ്. അതേസമയം അമൃതോത്തരം കഷായത്തിലാണെങ്കിൽ 3 കണ്ടൻ്റേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ അമൃതോത്തരം കഷായം
പഠിക്കാൻ എടുക്കുന്ന ഒരു എഫേർട്ടിനേക്കാളും കൂടുതൽ എഫേർട്ട് വേണ്ടി വരും പുനർനവാതി കഷായം. ഇപ്പോൾ ചവനപ്രാശം പോലത്തെ വലിയ യോഗത്തിലുള്ളത് പഠിക്കാൻ അതിനേക്കാളും എഫേർട്ട് വേണ്ടി വരും. കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇൻഗ്രീഡിയൻസിൻ്റെ കോമ്പിനേഷൻ വരുമ്പോഴുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആൻഡ് എഫക്റ്റ് ആൻഡ് അഡ്വേഴ്സ് എഫക്റ്റ്. അത് മാത്രമല്ല, ഇപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡോക്ടർ പറഞ്ഞ പോലെ അത് കളക്ട് ചെയ്യുന്ന സമയം, ഏത് ഋതുവിൽ കളക്ട് ചെയ്തു, കളക്ട് ചെയ്യേണ്ട ഋതുവിൽ തന്നെയാണോ അത് കളക്ട് ചെയ്തത്. ഇപ്പം നെല്ലിക്ക കിട്ടുന്ന ഒരു ഋതുവിൽ അത് കളക്ട് ചെയ്തിട്ട് എടുക്കുന്ന മരുന്നിൻ്റെ ഒരു ഇഫക്റ്റ് ആയിരിക്കില്ല കൾച്ചർ ചെയ്തിട്ട് ഏത് സമയത്തും പറിക്കാൻ പറ്റുന്ന നെല്ലിക്കന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ യോഗങ്ങൾ വലിയ യോഗങ്ങളൊക്കെ കമ്പയർ ചെയ്തല്ലോ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻസും നമ്മൾ പറഞ്ഞു. അപ്പോൾ ലിമിറ്റേഷൻസിനെ നമുക്ക് ഓവർകം ചെയ്യാനും മെത്തേഡ്സ് നമുക്ക് അതും ഉണ്ടാവും. ഇപ്പം ഞാൻ ചെയ്തൊരു നാനോ ടെക്നോളജി ചെയ്യുമ്പോൾ ചെയ്തൊരു റിസർച്ച് പറഞ്ഞല്ലോ, ഈ വൂണ്ട് ഹീലിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കിയത് ഒരു ഹെർബൽ ഇൻഗ്രീഡിയൻറ്റും നാനോ സിൽവറും ഒരു കൈറ്റോസൻ, അതിൻ്റെ മെറ്റീരിയൽ ലയോഫിലൈസ് ചെയ്തെടുത്ത് ഒരു സ്പോഞ്ച് ലൈക്ക് മെറ്റീരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഇന്ത്യൻ പേറ്റൻറ്റും എൻ്റെ പേരിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ കോമ്പിനേഷൻ, ഇപ്പോൾ അമൃതോത്തരം കഷായം പറഞ്ഞ പോലെ 3 ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞ പോലെ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുണ്ടാക്കിയ വേറൊരു നമ്മളുണ്ടാക്കിയ ഒരു കോമ്പിനേഷൻ. മറ്റേത് ഋഷീശ്വരന്മാർ ഫോർമുലേറ്റ് ചെയ്തൊരു കാര്യം. അപ്പോൾ ഇത് നമ്മൾക്കും ഫോർമുലേറ്റ് ചെയ്യാം, പക്ഷേ നമ്മൾ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം. സൈഡ് എഫക്റ്റ് ഇല്ലയെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ 2 കാര്യവും നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ഈ ഉണ്ടാക്കിയ മെറ്റീരിയലിന് സൈഡ് എഫക്റ്റ് ഇല്ലയെന്നും ഇഫക്റ്റീവ്നെസ് ഉണ്ടെന്നും നമ്മൾ പല തരത്തിൽ പ്രൂവ് ചെയ്ത് ഇഫക്റ്റീവ് ആണെന്ന് കണ്ടുപിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതുപോലത്തെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാമല്ലോ. ലിമിറ്റേഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കാര്യത്തിൽ ഉപേക്ഷിക്കേണ്ടതില്ല. നമുക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ ബാക്കി റിസർച്ച് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് കിട്ടാൻ നമുക്ക് ഇനിയും ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ലോകത്തിന് കൊടുക്കേണ്ട പോലെ ഈ നോളേജിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പഠിച്ചാൽ പോരാ, ഇത് റിസർച്ച് ചെയ്തു, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ റിസർച്ച് ചെയ്ത ഡോക്ടറുടെ ഈ വിവരം ഇതെങ്ങനെ ജനത്തിന് പ്രയോജനപ്രദമാകും, അത് മാത്രമല്ല ഈ ഫ്യൂച്ചർ ജനറേഷൻ എങ്ങനെ പ്രയോജനപ്രദമാകും, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എലോൺ മസ്ക് കാറുണ്ടാക്കി, അയാൾ ബാറ്ററി കാർ ഉണ്ടാക്കി. ഇതിനു മുമ്പ് ബാറ്ററി കാർ ആളുകൾ ഉണ്ടാക്കാത്തതുകൊണ്ടാണോ? പക്ഷേ അയാൾ ബാറ്ററി കാർ റെഡിയായി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് ഗവൺമെൻറ് അയാൾക്ക് പേറ്റൻസി കൊടുത്തു, ഇനി 10 കൊല്ലത്തേക്ക് ആർക്കും ഈ ലോകത്ത് ഇലക്ട്രിക് കാറിൻ്റെ ഉണ്ടാക്കാൻ പറ്റില്ല. പുള്ളി പറഞ്ഞ് എനിക്കങ്ങനെ പേറ്റൻസി വേണ്ട, ഈ ബാറ്ററി ഓപ്പൺ ഫോർ ദ വേൾഡ്, ആളുകൾ മുഴുവനും ഇതുണ്ടാക്കി ലോകത്തിനൊരു ചേഞ്ച് വരട്ടെ. നമ്മൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഇത് ഞാൻ പഠിച്ചു, എൻ്റെ മക്കൾ ചെയ്യും, ഞങ്ങളിത് കിടക്കും, അവസാനം ആ ഒരു ബ്രാഞ്ച് നശിച്ചു പോകും. കാരണം ചില ആളുകൾക്ക് ദൈവം ഒരു പവർ കൊടുക്കും, പറഞ്ഞ മനസ്സിലായില്ലേ? അത് അവർ യൂസ് ചെയ്തും ഫൈൻ, അവർ യൂസ് ചെയ്തു, അവർ പറയും ഞങ്ങളുടെ മക്കൾക്ക് ഇതാർക്കും റിവീൽ ചെയ്യില്ല. അങ്ങനെ ആയുർവേദം ഇങ്ങനെ ഡീക്കേയിങ് ആണ് ഓരോ. കാരണം അങ്ങനെയുണ്ട് ചില ഒറ്റമൂലികളൊക്കെ, ആളുകൾ അങ്ങനെ വേറെ ആർക്കും പറയാൻ പാടില്ല, അത് ഫാമിലിയിൽ തന്നെ ഒരാളോടെ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ചില മരുന്നിനെ പറ്റിയൊക്കെ പഠിക്കാൻ പോകുമ്പോഴേ അവരത് പറഞ്ഞു തരില്ല. അവർ പറയും നിങ്ങൾക്ക് വേണേൽ മരുന്ന് തരാം, പക്ഷേ ഇപ്പോൾ ബേൺസിന്, ഇപ്പോൾ ഞങ്ങളുടെ മോനൊരു ബേൺ വന്നപ്പോൾ അങ്ങനെ ഒരു മരുന്ന് ഇതിനെ പറ്റി കേട്ടിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുള്ളൂ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട്. അതൊക്കെ എന്ന് പറയണത് അത് ഭയങ്കര മണ്ടത്തരല്ലേ പറയണത്, വെറും അട്ടർ ഫൂളിഷ്നെസ്. കാരണം ഇത് വെച്ച് എഫക്റ്റ് ഉണ്ടെങ്കിൽ ദേ ഹാവ് ടു ഡെവലപ്പ് ഇറ്റ്. അത് അവർക്ക് വേണ്ടിയിട്ടല്ല, അത് ഇറ്റ്സ് ഫോർ ദ വേൾഡ്. ഇത് നമുക്ക് ഭഗവാൻ തരുന്ന എല്ലാ നോളേജും എന്താ പറയാ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തന്നെ. പിന്നെ വെറും യൂസ്ലെസ് അങ്ങനെയല്ല. നമുക്കൊരു കാര്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലോകത്തിനാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് ദ പീപ്പിൾ ബിക്കം ഗ്രേറ്റ്. ഞാൻ പറഞ്ഞല്ലോ എലോൺ മസ്ക് ഹീസ് ബിക്കം ദ റിച്ചസ്റ്റ് ഇൻ ദ വേൾഡ് ടിൽ നൗ ബൈ ദ വേ. പക്ഷേ അയാൾ പറഞ്ഞു ഓക്കെ എനിക്ക് അതിൻ്റെ പേറ്റൻസി കിട്ടി, ഞാനത് ഒതുക്കി വെച്ചോട്ടത്. ഇപ്പം ദർ ഇസ് 2035 ആകുമ്പോഴത്തേക്കും ലോകം മുഴുവനും ഇലക്ട്രിക് കാർ ആകാൻ പോവാണ്.
അപ്പോൾ അതൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് വരണമെങ്കിൽ ആയുർവേദത്തിലുണ്ടായിരുന്ന പ്രോബ്ലങ്ങൾ അതാണ്. കുറേ ആളുകളൊക്കെ കുറച്ചൊക്കെ എഴുതി വെച്ചിരുന്നു. അത് വളരെ നല്ല വാഗ്ഭടനും ശുശ്രുതനും ചരകാചാര്യനെയും ആചാര്യന്മാരൊക്കെ എഴുതി വെച്ചത് ഫുള്ളും നമുക്ക് എല്ലാവർക്കും റീഡബിൾ ആണ്, ആക്സസിബിൾ ആണ്. പിന്നെ ബേളാചാര്യൻ എഴുതി ഇതൊക്കെ ആക്സസിബിൾ ആണ്. ഒരുപാട് ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ചിലതാണ് ഇങ്ങനെ പാരമ്പര്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കില്ല. പിന്നെ ഫ്യൂച്ചറിലേക്ക് വന്നതോടുകൂടി കുറേ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നടത്തിയിരുന്നൊന്നും ഒരുപാട് പേര് റിസർച്ച് നടത്തണം എന്ന് ആഗ്രഹിക്കുകയും നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെ പാടുള്ളൂ എന്നൊക്കെ പറയുന്നതുകൊണ്ട് അതിലേക്ക് വരുന്നതും ആണ് കുറേ പേര്. അല്ലാതെയുള്ള മെത്തേഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഒരു ഹ്യൂജ് ഗിഫ്റ്റ് തന്നെ ആയിരിക്കും ലോകത്തിന് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ. പിന്നെ തീർച്ചയായിട്ടും എല്ലാ സയൻസും, എല്ലാ ഹെൽത്ത് സയൻസും ഒരു സയൻസ്, ഹെൽത്തിന് വേണ്ടിയുള്ള ആരോഗ്യശാസ്ത്രം എന്ന് എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. അതിനെ ഇങ്ങനെ മുറിച്ച് ഓരോന്നിനും വേറെ വേറെ ആക്കുന്നതിലും ഇതിനൊക്കെ ഒന്നിച്ച് നമ്മൾ സ്നേഹത്തോടെ ഒരൊറ്റ ആരോഗ്യശാസ്ത്രം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്. അപ്പോൾ എനിക്ക് ഞാൻ ഒരു കാര്യം ഇവിടെ ചോദിച്ചോട്ടെ ഡോക്ടറെ. ഇപ്പോൾ ഡോക്ടർ അലോപ്പതിയിൽ ഡോക്ടർ MD ഫെലോഷിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ആയുർവേദം പഠിക്കാൻ കാരണം? നമുക്ക് ഓരോ ശാസ്ത്രത്തിലും കുറേ ലിമിറ്റേഷനും ലാക്യുനാസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വേറൊരു ശാസ്ത്രം കൂടെ പഠിക്കുമ്പോൾ നമുക്ക് 1+1 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 ആയിരിക്കില്ല, 11ൻ്റെ ഇഫക്റ്റ് നമുക്ക് കിട്ടും. ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യൻറ്റിനൊരു ബെനിഫിറ്റ് കൊടുക്കാൻ നമുക്ക് അങ്ങനെ സാധിക്കും. ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊരു അസുഖം വന്നാൽ ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുക്കണം, അവർക്ക് ഏറ്റവും നല്ലത് കിട്ടണം എന്നല്ല ആഗ്രഹിക്കാം, ബെസ്റ്റ്. അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാളെ, നമ്മുടെ അമ്മയാണോ നമ്മുടെ കുട്ടിയാണോ നമ്മളാണോ, നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു ശാസ്ത്രമേ പാടുള്ളൂ, ശാസ്ത്രത്തിന് മാത്രം എല്ലാത്തിൻ്റെയും ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ ആലോചിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ ശാസ്ത്രത്തിൻ്റെയും ബെനിഫിറ്റ് നമ്മൾ ഒരു തലയിൽ കൂടെ ആലോചിക്കുമ്പോൾ, ഇപ്പം ഞാൻ ആയുർവേദത്തിലൂടെ ആലോചിച്ചു, വേറൊരാൾ അലോപ്പതിയിലൂടെ ആലോചിച്ചു, വേറൊരാൾ ഹോമിയോപ്പതിയിലൂടെ ആലോചിച്ചു എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് ഓരോ മരുന്നായിരിക്കും ഓരോന്നിന് കിട്ടുന്നത്. പക്ഷെ അതിനേക്കാളും ഒരു ബ്രെയിനിൽ തന്നെ ഇതെല്ലാം കൂടെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ ആ സിംറ്റത്തിലുള്ള ഡിഫറൻസ് ആണ് ഇപ്പം നമുക്ക് ഇതാ ചെയ്യേണ്ടത്. കുറച്ചും കൂടെ നമുക്ക് ഇഫക്റ്റീവായിട്ടുള്ള റെമഡീസ് കിട്ടാൻ നമുക്ക് ഒരുപാട് നമുക്ക് ഹാപ്പി ആവുന്ന രീതിയിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു പാഷനേറ്റ് ആയിട്ട്, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് പൂമ്പാറ്റ, ബാലരമ അതുപോലത്തെ ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നില്ല. അതുപോലെ നമുക്ക് ഓരോ സ്റ്റേജിൽ നമുക്ക് പേഷ്യൻറ്റിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലൊരു സ്റ്റോറി പോലെ വരാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പറ്റാറുണ്ട്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഇൻ്റലിജൻ്റ് ആണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഡോക്ടർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഡോക്ടർ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന്, ആ അസുഖത്തിൻ്റെ ആ അവസ്ഥയിലുള്ള ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലൂടെ കാണുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ കിട്ടും. ഇഫക്റ്റും അതിൻ്റെ റിസൾട്ടും കുറച്ച് ഇഫക്റ്റീവായിട്ട് കിട്ടും. പിന്നെ നമ്മൾ പൊട്ടന്മാരാനയെ കണ്ടൊരു കഥ പറയാറുണ്ടല്ലോ. ഒരാൾ വാലാന്ന് പറഞ്ഞു, ഒരാൾ കാലാന്ന് പറഞ്ഞു, തൂണാന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ. അപ്പോൾ ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു കാര്യത്തിൻ്റെ മുഴുവനും ആ ഫുൾ നമ്മൾക്കൊരു വ്യൂ കിട്ടുകയാണ്, എല്ലാ ഡയമെൻഷനിലുള്ളൊരു വ്യൂ കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ടും ഡയറക്ഷൻ സെൻസ് കുറച്ചും കൂടെ കിട്ടും. വെരി ഗുഡ്. ഓക്കെ, ശരിയാണ്, ശരി. അപ്പോൾ ഡോക്ടറെ ഇങ്ങനെ ഒരു ചർച്ചയിൽ വന്ന് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിൽ വളരെ സന്തോഷം. ഇങ്ങനൊരു ചർച്ചയിൽ ഭാഗവാക്കാവാൻ കഴിഞ്ഞതിൽ സാറിനോട് ഞാൻ നന്ദി പറയുന്നു. ഓക്കെ.